നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് വലിയ ആളാവണം കേട്ടോ. വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം. എനിക്ക് ഡോക്ടറായാൽ മതി. എടാ ഞാൻ കളക്ടർ ആവാൻ നടന്ന ആളാ, എന്നിട്ട് ഈ ലോട്ടറി ഇട്ടുകൊണ്ട് നടത്താൻ. ഡോർ നടച്ചേക്കണേ. അല്ല ജെയിംസ് സാറേ, ഇന്നത്തെ ബൈക്ക് എടുത്തില്ലേ? ബൈക്ക് എടുത്താ പിന്നെ ഇവത്തെ കാരണം കാര്യമുണ്ട്. നീ കണ്ടല്ലേ ചുമ്മാ ബഹളം ഉണ്ടാക്കണ. ഹലോ, ഈ വഴി ആദ്യമായിട്ടാണോ? അതെ അതെ അതെ. കാഴ്ചമംഗലാവിലൊന്നും പോയിട്ടില്ലയോ? ഓ, ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ കുറച്ച് ഒച്ച കൂടി പോയതാ ചേട്ടാ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ? അങ്ങോട്ട് നോക്കിയാ മതി, ദേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താ പറ്റിയ മേഡം? എന്തോ പറ്റിയിട്ടുണ്ട്. സ്ഥിരം പരിപാടി തന്നെ. വർക്ക്ഷോപ്പിൽ ആള് വരേണ്ടി വരും. ഓ, ഈ പാട്ടൊക്കെ തൂക്കി വിറ്റിരുന്ന പണ്ട KSRTC ലാഭത്തിലായെന്ന്. സേവറേ, ഒന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോ ആക്രി വിലക്ക് വല്ലതും കിട്ടുമായിരിക്കും. അത് ഞാൻ ചോദിച്ചോളാം. അല്ല ജെയിംസ് സാറേ, നമ്മുടെ പാപ്പച്ചനളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് സാറിനെ വിളിച്ചില്ലല്ലേ? അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാനെന്താ അവൻ്റെ അമ്മാവനോനോ? ആക്രത്തുണ്ട്, ആക്കാൻ വന്നേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലയോ? അളിയന്റെ മെയിൻ ശത്രു അല്ലേ? ഞാൻ കാണുമ്പോ ഈ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം. എന്നാ കാരണം ആർക്കറിയാം? അതെനിക്കും അറിയത്തില്ല. പക്ഷെ അളിയന്റെ ശത്രു എന്റെ ശത്രുവാ. അതുവേ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ. ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം, ബെന്നി വില കിട്ടോ, എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ, ഞാൻ പോട്ടെ. എന്നാൽ ലാലപ്പനോടൊപ്പം തൂക്കിക്കോ. അതെന്നാ ബെന്നി, ഇത് റബ്ബറല്ലേ അതോ കരിങ്കല്ലാണോ? ഉള്ള പറയാലോ മധു, നീ ആവണ്ട എനിക്ക് സംശയമുണ്ട്. എന്നാ നീ ഉണ്ടാക്കണ്ടടാ, ഞാൻ വിട്ടോളാം. അങ്ങനെ കരിമാടിക്കിട്ട് ഉണ്ടാക്കിട്ടെ ഒരു വരുത്തനോട് വാഴൂലാട്ടാ. അതുവേ അതിൽ പകുതി ഇവിടുത്തെ കാണിച്ചേരടാ. ആലുകൊണ്ടിൽ ഷീറ്റ് വെച്ചിട്ട് മുതലാളി കളിക്കും. അടുത്ത് എന്താടോ ചെയ്യാ? അല്ല സാറേ, എല്ലാം കൂടി വിറക് വെട്ടാനെന്ന് പറഞ്ഞ് കത്തിയും കൊടാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക്. വിറകെടുക്കാൻ പിന്നെ കാട്ടിലല്ലാതെ ലുലുമാള് പോകാൻ പറ്റൂ? എല്ലാം ചുള്ളിന്ന് പറഞ്ഞ് പെട്ടെന്ന് പച്ച വിറകളാണേ. എന്നാ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ എടുത്താ? അയ്യോ, കൊച്ചമ്മ ഗ്യാസാ കത്തിക്കോ? അതെന്താ, ഞങ്ങള് ഗ്യാസ് കത്തിച്ച കത്തില്ലേ? പൊട്ടിത്തെറിച്ച് ചാവാണ്ടിരുന്നാ മതി. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഗ്യാസ് തീർന്നു. അടുക്കളയിൽ ആരാളുള്ളത്? അടുക്കളയില് സുധീറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. താനാണോ സുധീർ? ഒരാളെ പോലെ 7 പേരുണ്ട്. അറ്റസ്റ്റേഷൻ വല്ലതുമാണെങ്കിൽ ഇവിടെ നടക്കില്ല. അയ്യോ സാറേ, ഞങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നാ. ഇവിടെയോ? ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ലാതിരിക്കാനുള്ള മക്കളെ. സാറേ, അടുപ്പത്തേക്കൊന്ന് നോക്കിയേക്കണേ. വന്ന ഉടനെ പണിയായല്ലോ. അടുക്കളയിലേക്ക് കയറിക്കോ. മുരിങ്ങയിലെ ചക്കക്കുരുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ നോക്കി അധികം കുറുകാതെ ഇറക്കി വെച്ചോ. സാർ യൂണിഫോം? ഏയ്, അടുക്കള യൂണിഫോമിന്റെ കാര്യം. ഹലോ സാറേ, ഇവിടെ ഈ അക്കരപ്പറമ്പ് രഘുവിന്റെ വീടിന്റെ പുറയിലേ ആന ഇറങ്ങിയിട്ടുണ്ട്. അക്കരയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. ആനയാണോ വിളിച്ചത്? അല്ല, പ്രസിഡന്റാ. ഹലോ ഹലോ ഹലോ, ഇത്തിരി റേഞ്ചിലെ സ്ഥലത്ത് നിൽക്കണ്ടേ പ്രസിഡന്റ്? എന്റെ പൊന്നു സാറേ, റേഞ്ച് ഉള്ളിടത്തല്ലേ ആന കയറി നിൽക്കുന്നേ. അവിടെ വേറെ ആൾക്കാരില്ലേ? ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം 7 പേരുണ്ട് സാറേ. തൊഴിലുറപ്പുകാരുണ്ടല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജെയിംസേ തനിക്ക് ചൊറിയാൻ? ഞാൻ പറഞ്ഞതാ സാറേ. സാറേ, ആക്ച്വലി ഒന്ന് എടുത്തു കൊടുത്ത് അവസാനിപ്പിക്കണോ? കൊടുക്കാം സാർ. തോക്കും കുന്തവും. നന്നായി സാർ. മത്തച്ചായോ, എത്ര കാലമെന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൻ്റെ ഒക്കെ പുറകെ നടക്കുന്നേ. ഞാൻ CAയോടൊന്ന് കടുപ്പിച്ചു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലയോ. ഏതായാലും സാധനം കിട്ടിയല്ലോ, എന്നാ ഒപ്പിട്ടേച്ച് കൊണ്ടുപോയിക്കും. ഓ, നോക്കാനൊന്നുമില്ല, സാധനം അത് തന്നെ. മാത്തച്ചായോ, പഴയ നാടൻ നോക്കാ. ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നും ഇല്ല. ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലേലും ഇപ്പൊ പൊട്ടും. അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രം ചാവുന്ന വരെ മതി. പോട്ടെ.
എടാ CA പറഞ്ഞത് പുറത്തോട്ട് കേട്ടോ. എല്ലാരും കേട്ടു. കരിമുകിൽ ആട്ടിലേ. നമസ്കാരം മാത്രം ചേട്ടാ. എടി കുഞ്ഞുമോളെ, എടി പൊട്ടിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് പാപ്പച്ച പൊട്ടിക്കൂന്ന്. പാപ്പി പറഞ്ഞതാടി. പാപ്പച്ചൻ പിടിച്ചതിന് നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ നടന്ന് തുള്ളുന്നേ? നാളത്തേക്ക് ഗ്യാസിനുള്ള വഴിയായി. എടാ ജയാ, 4:30 എഴുന്നേക്കുന്ന ഞാനാ 2 ചാടി എഴുന്നേറ്റ്. മാത്തച്ഛന്റെ അല്ലേ വിത്ത് ഇപ്പൊ വെട്ടി കറിയാക്കി കാണും. പാരമ്പര്യം വിട്ടുകളയോ, ഒറ്റ വടിക്ക് തീർന്നു കാണും. അങ്ങേരെ കുറിച്ച് നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കറിയായിരുന്നു ചേച്ചി. പുള്ളിക്കാരെ പാലടക്കുമ്പോ നിറഞ്ഞു പോണത് അറിയണില്ലേ ടോമി മോനെ? ചേച്ചി കണ്ടില്ല. ഹലോ. എടാ ബെന്നി, സാധനം ഒരുക്കിയിട്ടുണ്ട്. ആഹാ. ഞാനേ പള്ളിയിലേക്കൊന്ന് പോവാ. അപ്പൊ ഞാൻ സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനോട് പോയേ മധുവിനെ ഒന്ന് കണ്ടു. വേറെ ആരും കിട്ടിയില്ലേ? എടാ അത് ശരിയാണ്. അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ട് വെക്കാനാണ്? നമുക്ക് കടന്ന് വെക്കാൻ പറ്റുമോ? അവനാവുമ്പോ പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് തീർത്തോളൂ. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കണ്ട. ആ ശരി. വില കൂടുതലാണ് തങ്കച്ചമ്പായി. ഇവിടെ നെട്ടൂരാൻ്റെ എരുമിറച്ചിക്ക് 350. ഇതിപ്പോ 500 എന്നൊക്കെ പറഞ്ഞ ഒരു കച്ചവടമൊക്കെ അല്ലേ? ഒന്ന് കുറച്ച് പിടിക്ക് അല്ലേ ബെന്നി? കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിണ്ണെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മുഷിപ്പിക്കില്ല എൻ്റെ മധു. ബെന്നിച്ച 10-20 കിലോക്കുള്ള ആളെ ഞാൻ ഉണ്ടാക്കണ്ടേ? ആളാം വീതം ബാർഗൈൻ ചെയ്ത ഇടപാട് തീരും. ഒരു 400 മുറിക്കാം. നടക്കില്ല മധു. തങ്കച്ച വണ്ടി എടുക്കും. ഈ വീത കച്ചവടത്തിലേ നിനക്ക് ഇരട്ടി ലാഭമെന്ന് എനിക്കറിയാം. 500 വിൽക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കാം. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ. തങ്കച്ച വണ്ടി എടുത്തി. ബെന്നിച്ച ഒരു 450 മുറിക്കാം. നീ പോയേ മധു, വണ്ടി എടുക്കും. അതേ ബെന്നി, കാര്യം ശരി. അന്ന് നമ്മൾ 1-2 പറഞ്ഞു മുടക്കി. ഞാനത് അന്നേ വിട്ട്. ബെന്നി അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ഏട്ടാ. ഏഴ് തങ്കച്ച വണ്ടി. ഈ വന്നവരൊക്കെ അങ്ങോട്ടുള്ളവരാ. എന്താടി കൂട്ടാനെന്ന്? ഹലോ, വേറെ ഒന്നും. ഇതെന്നാ പരിപാടി? ഇത് എന്റെ അളിയന്റെ വീട്ടിൽ വലിയ പരിപാടി നടക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പോകണം? ഭക്ഷണം ഉണ്ടോ? പിന്നെ അവിടെ ഒന്ന് കഴിച്ചാൽ മതി. സർക്കാരിന്റെ ശമ്പളം ഒന്നും കിട്ടണല്ലോ സാറേ. വന്ന് കേട്ടിട്ട് പോ. വന്നേക്കണേ. ഇവിടുത്തെ ആൾക്കാർ ഒട്ടും കയറ്റിയല്ലേ? അച്ഛൻ വന്നില്ലേ? നല്ല സേലായി. 15 വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടേ. എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അച്ഛനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എവിടെയും പോകണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാ ഞാനിങ്ങോട്ട് ഇറങ്ങി. ഇത് സ്പെഷ്യൽ ഐറ്റമാണ്. നോക്കി വിളമ്പിയാൽ മതി. ചേച്ചിമാർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. എന്നാ കുഞ്ഞു? നിങ്ങൾ എങ്ങോട്ടാ മനുഷ്യ എടി ഞാൻ ചാച്ചന് മരുന്ന് കൊടുക്കാൻ പോവാ. അതേടി നീ ധൈര്യമായിട്ട് കയറി മോള് കഴിച്ചോ? ആ കാണും. തങ്കച്ചേനോ എന്നാലും എന്റെ പാപ്പച്ച പറഞ്ഞു നീ പണി ഒപ്പിച്ചല്ലോ. ഇതൊക്കെ എന്ത്? അപ്പന്റെ ചങ്കുറപ്പ് എന്റെ രക്തത്തിലുണ്ട്. ചേട്ടായി, പള്ളിയിൽ അച്ഛന് കറി കൊണ്ട് കൊടുക്കാൻ മറക്കില്ല. മോക്ക് മേടിച്ചതാ. എങ്ങനെയുണ്ട്? വീഡിയോ പിടിക്കുന്ന ആൾക്കാരല്ലേ? അതെ, ഷൂട്ട് ആൻഡ് ഷോട്ട് വീഡിയോ കലബിലെ മുഞ്ചൻ അലി അക്ബർ. എന്നിട്ടാണ് ആദ്യം കയറിയിരുന്നെങ്കിൽ ഞണ്ണുന്നല്ലേ? നിങ്ങൾക്ക് ഈ ഒന്നും ഷൂട്ട് ചെയ്യൊന്നും വേണ്ടേ? അല്ലേടാ, അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? എണീക്കടാ. ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി. പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശുമറ്റം പങ്കെടുക്കുന്ന പരിപാടി. മനസ്സിലായല്ലേ? എന്തോ അല്ല, ഇതൊക്കെ പഴയ പരിപാടി എന്ന് പറഞ്ഞാ. ഞങ്ങളൊക്കെ കുറച്ച് പഴയ ആൾക്കാർ. പള്ളി പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്താണ്. ഞാൻ പറഞ്ഞേക്കാം. ഓ ശരി. നിന്ന് പോയി ഷൂട്ട് ചെയ്യണം. ഇവനാ ലൈറ്റ്. അല്ല, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചില്ലേ? ആദ്യം നീ പോയി ലൈറ്റ് വിടണം. എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി.
അവിടെ പോവാം. അത് ശരി ലൈറ്റ് സൗണ്ട് വരാ ആന്നേ എന്നിട്ടാണ് അമ്മ ആദ്യം തന്നെ കിടന്ന് കുത്തിക്കയറ്റണം അമ്മനൊക്കെ ഏത് നാട്ടുകാരാ ലൈറ്റ് സൗണ്ട് വരാണ് അതിന് താൻ എന്നെ തട്ടുന്നത് എന്റെ പൊന്നേച്ചി സൂക്ഷിച്ചോ, ഞാൻ വരാം. കുറച്ച് കഴിയുമ്പോൾ നമ്പർ ചോദിക്കും. കൂട് നേരെ പിടി ചേച്ചി വീട്ടിലെ പിള്ളേർക്കും പ്രായാർക്കും കൊടുക്കണ്ടട്ടാ കവറ് നേരെ പിടിക്കുക തങ്കമ്മ ചേച്ചി കഴിച്ചായിരുന്നോ പിന്നെ ഇത് ആർക്ക് കെട്ടിക്കൊണ്ടുപോവാ അച്ചായൻ കുറച്ചെടുത്തതാ നിങ്ങളെടുത്ത് വെപ്പുകാരനല്ലേ അതെ അബു അല്ലാണ്ട് ഞങ്ങൾക്ക് വെക്കാൻ വന്നില്ലല്ലോ ഇനി 19 പേര് കഴിക്കാനുണ്ട് ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നത് കുറേ വന്നിട്ടുണ്ട്